മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത പറോസ് എന്ന 3D ചിത്രത്തിന് തിയേറ്ററിൽ വലിയ സ്വീകാര്യത നേടാൻ ആയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട പല ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ അങ്ങുമിങ്ങും പ്രേക്ഷകർ പോലും നടത്തുന്നുണ്ട്. മോഹൻലാലിന്റെ സംവിധാനം അരങ്ങേറ്റ ചിത്രം എന്ന നിലയിൽ പ്രഖ്യാപന സമയം മുതൽ പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയ ചിത്രമായിരുന്നു പറോസ്. 3D ചിത്രീകരിക്കുന്ന സിനിമ എന്നതും കുട്ടികളുടെ ചിത്രം എന്നതും ഒപ്പം സന്തോഷ് ശിവനും ലിഡിയൻ നാദസ്വരവും അടക്കമുള്ള അണിയറക്കാരുടെ നിരയുമൊക്കെ ചേർന്നാണ് ചിത്രത്തിന്റെ പ്രീ റിലീസ് ഹൈപ്പ് സൃഷ്ടിച്ചത്. എന്നാൽ ക്രിസ്മസ് റിലീസായി തിയേറ്ററിൽ എത്തിയ ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്. ഇപ്പോഴിതാ പറോസിന് ലഭിച്ച പ്രേക്ഷക പ്രതികരണത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് മോഹൻലാൽ. ഹോളിവുഡ് റിപ്പോർട്ടർ ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിലാണ് മോഹൻലാലിന്റെ പ്രതികരണം. പറോസിന് ലഭിച്ച പ്രതികരണത്തിൽ സന്തുഷ്ടനാണോ എന്ന ചോദ്യത്തിന് മോഹൻലാലിന്റെ മറുപടി ഇങ്ങനെ: പറോസിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് പ്രേക്ഷകരുടെ ഉത്തരവാദിത്തമാണ്. 4 പതിറ്റാണ്ടിന് ശേഷം സമൂഹത്തിന് ഞാൻ മടക്കി നൽകുന്ന ഒന്നായാണ് പറോസിനെ ഞാൻ കണ്ടത്. ചിത്രം കണ്ട എല്ലാവരും അത് ആസ്വദിച്ചു. പക്ഷേ സിനിമ കണ്ടിട്ടില്ലാത്ത വലിയൊരു വിഭാഗം ആളുകൾ അതിനെ വിമർശിക്കുന്നുണ്ട്. പ്രതികരണങ്ങളെ എപ്പോഴും സ്വീകരിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ഒരു കാര്യത്തെ വിമർശിക്കണമെങ്കിൽ അതിൽ കൂടി നിങ്ങളൊന്ന് കടന്നു പോകണം. ഹോളിവുഡ് ചിത്രങ്ങളുമായോ അതിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകളുമായോ താരതമ്യപ്പെടുത്താനാവുന്ന ഒന്നാണ് പറോസ് എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇത് ഞാനും അങ്ങേറ്റം പ്രതിഭാധനരായ എന്റെ ടീമും ചേർന്ന് നടത്തിയ വിനീതമായ ഒരു ശ്രമം മാത്രമായിരുന്നു. മോഹൻലാൽ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെ: 2019 പ്രഖ്യാപിക്കപ്പെട്ട ചിത്രമാണിത്. ഒഫീഷ്യൽ ലോഞ്ച് 2021 മാർച്ച് 24 170 ദിവസത്തോളം ചിത്രീകരണം നടന്നു. പലകുറി റിലീസ് മാറ്റിവെക്കപ്പെട്ടു. ആരാധകരുടെ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ക്രിസ്മസ് റിലീസായി ഡിസംബർ 25 ചിത്രം തിയേറ്ററുകളിൽ എത്തിയത്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാറാണ് പറോസ് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യ 3D ചിത്രമായിരുന്ന മൈ ഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോയുടെ കഥയെ ആസ്പദമാക്കിയാണ് മോഹൻലാൽ സിനിമ ഒരുക്കിയത്. കുട്ടികൾക്കുള്ള സിനിമ, 3D സിനിമ, ഫാന്റസി ഗണത്തിൽ വരുന്ന ചിത്രം. ഈ ഗണത്തിൽ വന്ന പറോസ് മാറ്റിവെച്ചത് ഒരു വയലൻസ് സിനിമ കാണാനായിരുന്നു എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പ്രേക്ഷകരുടെ അഭിരുചികൾ മാറിമറിയുന്ന കാലമാണ് ഈ കടന്നു പോകുന്നത്. പ്രേക്ഷകർക്ക് വേണ്ടത് മാർക്കോ പോലെ വയലൻസ് നിറഞ്ഞ ചിത്രങ്ങളും. അതുകൊണ്ട് മാർക്കോയ്ക്ക് ലഭിക്കുന്ന സ്വീകാര്യത ഞെട്ടിപ്പിക്കുന്നതുമാണ്. മലയാളത്തിൽ സമീപകാലത്തെ വലിയ വിജയങ്ങളിൽ ഒന്നാണ് ഉണ്ണി മുകുന്ദൻ ടൈറ്റിൽ റോളിൽ എത്തിയ മാർക്കോ. ഡിസംബർ 20 ക്രിസ്മസ് റിലീസായി മലയാളത്തിലും ഹിന്ദിയിലും എത്തിയ ചിത്രത്തിന്റെ തെലുങ്ക്, തമിഴ് പതിപ്പുകളും പിന്നീട് തിയേറ്ററിലെത്തി. ഭാഷയുടെ അതിർവരമ്പുകൾക്കപ്പുറത്ത് തിയേറ്ററുകളിൽ സ്വീകാര്യത നേടിയ ചിത്രം കൂടിയാണ് മാർക്കോ. വലിയ ബോളിവുഡ് ചിത്രങ്ങളെക്കാൾ ഉത്തരേന്ത്യയിൽ സ്വീകാര്യത നേടിയിരുന്നു മാർക്കോ. തെലുങ്ക് സംസ്ഥാനങ്ങളിലും ചിത്രം മികച്ച കളക്ഷൻ നേടി. ഇപ്പോഴത്തെ ഈ ചിത്രത്തിന്റെ വരാനിരിക്കുന്ന സീക്വലുകളെ കുറിച്ച് പറയുകയാണ് ഉണ്ണി മുകുന്ദൻ. ഗോൾഡ് FM-ന് നൽകിയ അഭിമുഖത്തിലാണ് ഉണ്ണി മുകുന്ദൻ മാർക്കോയുടെ തുടർച്ചയെക്കുറിച്ച് പറയുന്നത്. ഇനി എന്നാണ് മാർക്കോയെ കാണാൻ പറ്റുന്നത് എന്ന ചോദ്യത്തിന് ഉണ്ണി മുകുന്ദൻ മറുപടി ഇങ്ങനെ: മാർക്കോ 2 ഉണ്ടാകും, മാർക്കോ 3യും ഉണ്ടാകും. എന്റെ മനസ്സ് പറയുന്നു മാർക്കോ 4 വരെ നമ്മൾ പോകും. ബാക്കി നമ്മുടെ ആരോഗ്യം പോലെ. ഉണ്ണി മുകുന്ദന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. മലയാളത്തിൽ ഏറ്റവും വയലൻസ് ചിത്രം എന്ന വിശേഷണത്തോടെ തിയേറ്ററിലെത്തിയ ചിത്രമാണ് മാർക്കോ. ചിത്രത്തിന്റെ പ്രീ റിലീസ് പബ്ലിസിറ്റിയിൽ തന്നെ അണിയറക്കാർ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. ആക്ഷൻ ചിത്രങ്ങളിലെ ബെഞ്ച് മാർക്ക് എന്നും അഭിപ്രായം വന്നതോടെ അത്തരം ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവർ, പ്രത്യേകിച്ചും യുവാക്കൾ, കൂട്ടത്തോടെ തിയേറ്ററുകളിൽ എത്തുകയായിരുന്നു. ഇന്നലെയാണ് ചിത്രം 100 കോടി ക്ലബിൽ എത്തിയതായി നിർമ്മാതാക്കൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. വൻ വിജയത്തിന് പിന്നാലെ ചില വിദേശ രാജ്യങ്ങളിലേക്കും ചിത്രം പ്രദർശനത്തിന് എത്തുന്നുണ്ട്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയം സൗത്ത് കൊറിയയിൽ റിലീസായിരുന്നു. കൊറിയയിലെ 100ലധികം തിയേറ്ററിലാണ് മാർക്കോ എത്തുക. റിലീസ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല.